രണ്ട് ബിരുദന്മാരോടൊപ്പമുള്ള മീൻപിടുത്തമാകട്ടെ ഇന്നത്തെ വിശേഷം. കുഞ്ഞൻ വല കൊട്ടപോലെ കെട്ടി നെഞ്ചും വിരിച്ചുള്ള ആ നടത്തം കണ്ടാൽ അറിയാം കൊട്ട നിറയെ മീനുമായേ ഇന്ന് മടക്കമുള്ളൂ എന്ന്. കടുത്ത വേനലിൻ്റെ ചൂടിൽ തോടാകെ വറ്റി വരണ്ടിരിക്കുന്നു. ഏതാനും ചിലയിടങ്ങളിൽ മാത്രം അല്പം വെള്ളം കാണും. അവിടേക്കാണല്ലോ മീൻപിടുത്തക്കാരുടെ നടത്തം. മീൻപിടുത്തത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ മഞ്ചാടിക്കുരുവിൽ അവസാനിച്ചോ എന്ന് സംശയം. അത്ഭുതം തന്നെ. മീൻപിടുത്തക്കാർ എത്ര വേഗമാണ് മഞ്ചാടിക്കണ്ണന്മാരായത്. കൊന്നമരത്തിൻ്റെ വിശ്വാഘോഷങ്ങൾ തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. വലയുമെടുത്ത് വീണ്ടും മീൻപിടുത്തക്കാർ യാത്ര തുടങ്ങി. അങ്ങനെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. മീൻപിടുത്തക്കാരിൽ ഒന്നാമൻ ദൗത്യം ആരംഭിച്ചു. വലയുമായി വെള്ളത്തിലേക്ക്. ദൗത്യം വിജയിച്ചിരിക്കുന്നു. ഇതാ വലയിലൊരു മീൻ. രണ്ടാമനാകട്ടെ വെള്ളത്തിൽ പോലും ഇറങ്ങാതെ മീൻ പിടിക്കുകയാണ്. കണ്ണുകൊണ്ടും കൈകൊണ്ടും വായുകൊണ്ടും. അല്പനേരം മീൻപിടുത്തം അവസാനിപ്പിച്ച് ഇനി കുറച്ചു നേരം മീനുകളെ നിരീക്ഷിക്കാമെന്ന് ഒന്നാമൻ തീരുമാനിച്ചു. അപ്പോഴേക്കും രണ്ടാമൻ മുണ്ടുമായി എത്തി. ഇനി അല്പനേരം മുണ്ടുപയോഗിച്ചാകാം മീൻപിടുത്തം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വിശക്കുന്നുണ്ട്. കിട്ടിയ മീനുമായി വീട്ടിലേക്ക് പോകാമെന്ന് മീൻപിടുത്തക്കാർ തീരുമാനിച്ചു. വിശപ്പിനൊരൽപ്പം ശമനത്തിനായി കശുമാവിൻ തോട്ടത്തിലേക്ക് സംഘമെത്തി. ആവശ്യത്തിലേറെ കശുമാങ്ങയും അകത്താക്കിയാണ് മടക്കം.